അവൽ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നല്ല മൊരിഞ്ഞ ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവ് അവലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് അവൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ മീഡിയം തിക്നെസ് ആയിട്ടുള്ള വെള്ള അവലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വെളുത്തതോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രൗൺ നിറത്തിലുള്ളതോ ആയിട്ടുള്ള അവൽ ഉപയോഗിക്കാം. അവലൊന്ന് തുണി ഉപയോഗിച്ച് നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം ഞാനിവിടെ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പൊടിയാണ്. കടലപ്പൊടി കൂടി ഈ ഒരു പലഹാരത്തിൽ വരുമ്പോൾ രുചി ഒന്നും കൂടെ കൂടുകയും ചെയ്യും. നല്ലൊരു ബൈൻഡിങ്ങും കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചക്കറികൾ ചേർക്കാം. ഞാനിവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു ചെറിയ ക്യാരറ്റ് നല്ല ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതും, ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പച്ചക്കറികൾ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റം വരുത്താവുന്നതാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ജീരകത്തിൻ്റെ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ജീരകം ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ചാട്ട് മസാല പൊടിയുമാണ് ചേർത്ത് കൊടുത്തത്. ചാട്ട് മസാല പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്താലും മതിയാകും. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആ ഒരു പച്ചക്കറിയിൽ നിന്നും വെള്ളം നല്ലപോലെ ഇറങ്ങി വരും. ആ ഒരു വെള്ളത്തിൻ്റെ പറ്റിൽ ആദ്യം ഇതൊന്ന് കുഴച്ചെടുക്കാം. അതിന് ശേഷം മാത്രം നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ചേർത്ത് കൊടുത്ത പച്ചക്കറികൾ തന്നെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ ഉള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ദാ എല്ലാം കൂടെ ഞാനിവിടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ ഒരു നുള്ള് കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി മറന്നു പോയതാണ്. ഇപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തേ ഉള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നേരത്തെ ചേർത്ത് കൊടുക്കാം. ഞാൻ വിട്ടുപോയതുകൊണ്ട് ഇപ്പം ചേർത്തേ ഉള്ളൂ. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നാദ്യം കുഴച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പച്ചക്കറിയിൽ നിന്നും വെള്ളം നല്ലപോലെ ഇറങ്ങി വരും. ഉള്ളിയിൽ നിന്നായാലും ക്യാബേജിൽ നിന്നായാലും വെള്ളം ഇറങ്ങി വരും. ഇതുപോലെ ആദ്യം ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും ചേർത്ത് കൊടുത്ത പച്ചക്കറിയിൽ നിന്നൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നോളും. അപ്പോൾ ഞാനിവിടെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ നടുവിലേക്ക് വെക്കാനായിട്ടൊരു ഫില്ലിംഗ് തയ്യാറാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 50 ഗ്രാം അളവിൽ പനീറാണ് എടുത്തിരിക്കുന്നത്. അതിതുപോലെ ചെറിയ ക്യൂബായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ഷേസ്വാൻ സോസാണ്. ഷേസ്വാൻ സോസ് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇനി കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് വറ്റൽമുളകും ഒരു തക്കാളിയും ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുത്തതിന് ശേഷം നല്ല പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഷേസ്വാൻ സോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു സോസിന് ചെറുതായിട്ട് ഉപ്പ് രസം ഉണ്ടാകും. അപ്പം നോക്കിയിട്ട് ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് കുറച്ചും കൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സോ മുളക് പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഫില്ലിംഗ് ആണ് നടുവിലേക്ക് വെക്കാൻ പോകുന്നത്. പനീറിന് പകരം നിങ്ങൾക്ക് ചീസ് ഉപയോഗിച്ചും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു അവലിൻ്റെ മിക്സ് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒരിക്കലും ആദ്യം തന്നെ കൂടുതലായിട്ട് ചേർക്കരുത്. കുറച്ചായിട്ട് മാത്രം ചേർക്കുക. 1/4 കപ്പിലും കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് വെള്ളം ആവശ്യമായിട്ട് വന്നത്. വെള്ളം നോക്കി മാത്രം ചേർത്ത് കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കൂട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. ഈ ഒരു രീതിക്കുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരുപാട് കൂട്ട് ലൂസാകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അഥവാ കൂട്ട് ലൂസായിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി ഉപയോഗിച്ച് കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കി എടുത്താൽ മതി. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുള എടുത്തിട്ട് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പനീറിൻ്റെ ഫില്ലിങ് ഒരല്പം വെച്ച് കൊടുക്കുക. ഒരുപാട് വെക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ട് ഒന്നും കൂടെ ഉരുട്ടിയെടുത്തിട്ട് കയ്യിൽ വെച്ച് ചെറുതായിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിക്കാണ് ഞാനിതിപ്പോൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു പനീറിൻ്റെ ഫില്ലിങ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. പനീറിൻ്റെ ആ ഒരു ഫില്ലിങ് കൂടെ വരുമ്പോൾ ഒന്നും കൂടെ രുചി കൂടും, അത്രേ ഉള്ളൂ.
അപ്പോൾ ഇതാ ഈ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ ഇവിടെ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഷേപ്പിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളോളം വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇട്ട് കൊടുത്ത പാട് ഇത് അനക്കാൻ വേണ്ടി പോകണ്ട, കുറച്ച് നേരം അതുപോലെ തന്നെ വയ്ക്കുക. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കളറ് മാറുന്നേ ഉള്ളൂ, ഉള്ളോളം വെന്ത് വരില്ല. ഇതുപോലെ എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ ഉപയോഗിച്ചിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് പച്ചക്കറികളും അതുപോലെ തന്നെ പനീറും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണിത്. എണ്ണയുടെ അളവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ട് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പുറമേ നല്ല മൊരിഞ്ഞിരിക്കും, ഉള്ളിൽ ആ ഒരു പനീറിൻ്റെ ഫില്ലിങ്ങും കൂടെ വരുമ്പോൾ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.